എല്ലാവർക്കും ഉരാൾ ടോക്സിലേക്ക് സ്വാഗതം. പ്രിയമുള്ളവരെ, നമ്മൾ ഇന്നൊരു പുതിയ പദവുമായിട്ടാണ് വന്നിരിക്കുന്നത്. ജാതി ഭീകരത എന്ന പദമാണ്. ജാതി ഭീകരത എന്ന് പറയുമ്പോൾ നമുക്ക് പലതരത്തിലുള്ള ഭീകരവാദങ്ങൾ അറിയാം. മത ഭീകരവാദം, അതിർത്തി രാജ്യങ്ങൾ തമ്മിലുള്ള ഭീകരവാദം, അതിൻ്റെ വേറൊരു വെർഷനാണ് ജാതി ഭീകരത. ജാതി ഭീകരത എന്ന് പറയുന്ന അതിൻ്റെ ഇരകളാര്, അല്ലെങ്കിൽ അതിൻ്റെ നടത്തിപ്പുകാരാരാണ് എന്ന് പരിശോധിക്കാം. ജാതി ഭീകരതയ്ക്ക് നൂറ്റാണ്ടുകളുടെ പഴക്കമുണ്ട്. ഒരു മനുഷ്യൻ്റെ മലദ്വാരത്തിലൂടെ കുന്തം കുത്തി വായിലൂടെ പുറത്തെടുത്ത് അത് പൊതുമണ്ഡലത്തിൽ കുത്തി നിർത്തും. എന്നിട്ട് അവരോട് പറയും, നിലവിലുള്ള വ്യവസ്ഥിതിക്കെതിരെ സംസാരിച്ചാൽ, അതല്ലെങ്കിൽ ആ വ്യവസ്ഥിതിക്ക് അനുഗുണമായി നിന്നില്ലെങ്കിൽ നിങ്ങൾക്കും ഇത് തന്നെ ആയിരിക്കും അവസ്ഥ എന്ന് കാണിക്കുന്നതിന് വേണ്ടിയാണ് ഇങ്ങനെ ചിത്രപഥം നടപ്പിലാക്കുന്നത്. ജാതി ഭീകരതയുടെ ഒരു വെർഷനാണത്, അല്ലെങ്കിൽ ജാതി ഭീകരതയുടെ ഒരു പ്രത്യേകതയാണ്. ഇത് ആര് നടപ്പിലാക്കി, അല്ലെങ്കിൽ ആരനുഭവിച്ചു എന്നതാണ് പ്രധാനം. അടുത്തത്, ഈ ജാതി ഭീകരത കടന്നു വന്നതിൻ്റെ ചരിത്രത്തിൽ നമ്മൾ നോക്കുമ്പോൾ, കുറേ മനുഷ്യർ റോഡിലൂടെ നടന്നു പോകുന്നു. മനുഷ്യരുടെ പുറകിൽ ചൂല് കെട്ടിയിട്ടിട്ടുണ്ട്. അവരുടെ കഴുത്തിൽ ഒരു മാല പോലെ ഒരു പാത്രം കെട്ടിയിട്ടുണ്ട്. അവർ നടന്നു പോകുന്ന പാതയിലൂടെ അവരുടെ കാൽപാദം പതിയാതിരിക്കാൻ നടന്നു പോകുമ്പോൾ ആ കാൽപാദം മാഞ്ഞു പോകത്തക്ക രീതിയിലാണ് ചൂല് നടന്നു പോകുമ്പോൾ തൂത്ത് പോകും. അപ്പോൾ കാൽപാദം ഉണ്ടാവില്ല. നടന്നു പോകുമ്പോൾ തുപ്പാൻ തോന്നുകയാണെങ്കിൽ പറയുന്ന പാതയോരത്ത് തുപ്പാൻ പാടില്ല, അല്ലെങ്കിൽ പാതയിൽ തുപ്പാൻ പാടില്ല. കഴുത്തിൽ കെട്ടിയിരിക്കുന്ന പാത്രത്തിൽ തുപ്പണം. നിങ്ങളുടെ തുപ്പൽ വീണാൽ അശുദ്ധമാകും. നിങ്ങളുടെ കാൽപാദം അവിടെ പതിയാൻ പാടില്ല. ഒരു പട്ടിക്കും പൂച്ചയ്ക്കും, മൃഗങ്ങൾക്ക് കിട്ടുന്ന പരിഗണന പോലും കിട്ടാത്ത മനുഷ്യർ, ആ മനുഷ്യർക്ക് എതിരെ മനുഷ്യർക്കു മേലെ നൂറ്റാണ്ടുകളായി പ്രയോഗിക്കുന്ന മനുഷ്യത്വരഹിതമായ പ്രവർത്തനത്തിൻ്റെ കൂമ്പാരത്തെയാണ് ജാതി ഭീകരത എന്ന് പറയുന്നത്. ജാതി ഭീകരത ഓരോ കാലഘട്ടത്തിലും അത് അങ്ങനെ തന്നെ നിലനിൽക്കുകയാണ്. ജാതി ഭീകരതയുടെ ഒരുപാട് തെളിവുകൾ ചരിത്രത്തിൽ നമുക്ക് കണ്ടെത്താൻ കഴിയും. യഥാർത്ഥത്തിൽ ഇന്ത്യയിൽ ഏറ്റവും അവസാനം അടിമത്തം നിരോധിച്ച സംസ്ഥാനമാണ്. ചരിത്രം പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും, നിരവധി പ്രദേശത്ത് അടിമച്ചന്തകളുണ്ടായിരുന്നു. കന്നുകാലികളെ വിൽക്കുന്നത് പോലെ മനുഷ്യരെ വിറ്റുകൊണ്ടിരുന്ന സ്ഥലമാണ് നമ്മുടെ ദൈവത്തിൻ്റെ സ്വന്തം നാട്, ജാതി ഭീകരതയുള്ള കേരളം. ഈ കേരളത്തെയാണ് സ്വാമി വിവേകാനന്ദൻ ഭ്രാന്താലയം എന്ന് പറയുന്നത്. ഈ ജാതി ഭീകരത നടപ്പാക്കിയതിൻ്റെ, അല്ലെങ്കിൽ ജാതി ഭീകരത നിലനിർത്തിയതിൻ്റെ ആഫ്റ്റർ എഫക്റ്റിലാണ്, അല്ലെങ്കിൽ അത് കണ്ടുകൊണ്ടാണ് അദ്ദേഹം പറഞ്ഞത് ഇതൊരു ഭ്രാന്താലയമാണ്. ആ ഭ്രാന്താലയത്തിൽ നിന്ന് ദൈവത്തിൻ്റെ സ്വന്തം നാടാക്കി മാറ്റുന്നതിൽ നമ്മുടെ സാമൂഹ്യ നവോത്ഥാന നായകന്മാരുടെ ജീവൻ ത്യജിച്ചുകൊണ്ടാണ് ഈ പറയുന്ന ഭീകരവാദത്തെ അടിച്ചമർത്തിയത്. നമുക്കറിയാം, എത്ര ജാതി ഭീകരതയുടെ പഴയ വെർഷൻ ഒരുപാടുണ്ട്. ഓരോന്ന് പറയാൻ യഥാർത്ഥത്തിൽ സമയം അനുവദിക്കുന്നില്ല എങ്കിൽ തന്നെയും പുതിയ വെർഷനുണ്ട്. പുതിയ വെർഷൻ്റെ 2-3 ഉദാഹരണങ്ങൾ സൂചിപ്പിക്കാമെന്ന് തോന്നുന്നു. വാളയാറിൽ നമ്മൾ ഉത്തരത്തിൽ 2 പെറ്റിക്കോട്ടുകൾ തൂങ്ങിയാടുന്നത് കണ്ടു. അത് ജാതി ഭീകരതയുടെ ഒരു തെളിവാണ്. യഥാർത്ഥത്തിൽ ഒരു 2 അടി ഉയരമുള്ള ഒരു ചെറിയ ഉണങ്ങിയ വാഴക്കൈയിൽ 13 വയസ്സുള്ള ഒരു കുട്ടി ആത്മഹത്യ ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്. അത് ജാതി ഭീകരതയാണ്. ഒരു പെൺകുട്ടിയെ ക്രൂരമായി പീഡിപ്പിച്ചിട്ട് അവളുടെ ജനനേന്ദ്രിയത്തിലേക്ക് കമ്പി കുത്തി ഇറക്കുന്നു.
അതല്ലെങ്കിൽ പീഡിപ്പിച്ചതിന് ശേഷം നാവറുത്ത് അഗ്നിക്കിരയാക്കുന്നു. അതും ജാതി ഭീകരതയാണ്. ഒരു മനുഷ്യനെ ആഹാരം കട്ടു എന്നതിൻ്റെ പേരിൽ ജനക്കൂട്ടം തല്ലിക്കൊന്നിട്ട് സെൽഫി എടുത്ത് ലൈക്കും ഷെയറും മേടിച്ചിട്ട് ആ മനുഷ്യനെ കൊന്നുകളയുന്നു. അതും ജാതി ഭീകരതയാണ്. അതുമല്ലെങ്കിൽ ഏറ്റവും അവസാനം ഒരു നിയമപാലകരുടെ മുന്നിലേക്ക് നീതിക്ക് വേണ്ടി അപേക്ഷിച്ചുകൊണ്ട് 10 മണിക്കൂറായി എനിക്കൊരല്പം വെള്ളം തരണേ എന്ന് അപേക്ഷിച്ചപ്പോൾ ശൗചാലയത്തിൽ പോയി വെള്ളമെടുത്ത് കുടിക്കാൻ പറയുന്ന ഏമാന്മാർക്ക് ഉള്ള നാട് ജാതി ഭീകരതയിൽ നൂറ്റാണ്ടുകളുടെ പഴക്കം ഇന്നും പഴയ വീഞ്ഞ് പുതിയ കുപ്പിയിൽ എന്നതുപോലെ ആ ജാതി ഭീകരത അങ്ങനെ തന്നെ നിൽക്കുക. ആ നൂറ്റാണ്ടുകൾ അനുഭവിച്ച വേദനയും കഷ്ടപ്പാടും പ്രതിരോധവുമൊക്കെ ഞങ്ങൾ പാട്ടിലൂടെയെങ്കിലും പ്രതികരിക്കുമ്പോൾ അത് നിങ്ങൾക്കൊരു ചില മാന്യന്മാർക്ക് ഭീകരവാദമാണ്, ജാതിയുടെ ഭീകരവാദമാണ് എന്ന് തോന്നും. അങ്ങനെ തോന്നുന്നെങ്കിൽ ഞങ്ങൾക്കൊരു കുഴപ്പവുമില്ല, അല്ലെങ്കിൽ ഞങ്ങൾക്കൊരു പ്രശ്നമല്ല. നിങ്ങൾ ഇത്തരം ജാതി ഭീകരവാദത്തിൻ്റെ പാട്ടുകൾ കേൾക്കാൻ കഴിയുന്നില്ലെങ്കിൽ നിങ്ങൾ സ്വയം നിങ്ങളുടെ ചെവിയിൽ ഈയമൊരുക്കി ഒഴിച്ചു കൊള്ളുക. അതല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ അത് ഏറ്റുപാടാൻ കഴിയില്ല എങ്കിൽ നിങ്ങൾ നിങ്ങളുടെ നാവറുത്ത് കൊള്ളുക എന്നേ പറയാനുള്ളൂ. ഈ ജാതി ഭീകരത എന്ന് പറയുമ്പോൾ അതിൻ്റെ പ്രയോക്താക്കൾ അല്ലെങ്കിൽ അത് നടപ്പാക്കാൻ ശ്രമിക്കുന്നവരാണ് അതിൻ്റെ ഇരകളെടുത്ത് മുഖത്ത് നോക്കി പറയാണ്, നിങ്ങൾ അനുഭവിച്ച കഷ്ടതകൾ പറയുമ്പോൾ അത് ജാതിയുടെ ഭീകരവാദമായിട്ടാണ് ഞങ്ങൾക്ക് തോന്നുന്നത് എന്ന് പറയുന്നു. യഥാർത്ഥത്തിൽ കുറച്ചു കാലം മുമ്പ് ഞങ്ങൾ പാടിയിരുന്ന പാട്ട് ഇക്കൊല്ലം നമ്മക്ക് ഓണാലടി കുഞ്ഞേച്ചേ കുട്ടേട്ടൻ തീരെ കിടപ്പിലല്ലേ എന്ന് തുടങ്ങുന്ന യാതനയുടെയും കഷ്ടപ്പാടിൻ്റെയും ഇല്ലായ്മയുടെയും ഒക്കെ പാട്ടുകളായിരുന്നു. പക്ഷെ ഇന്ന് ഞങ്ങൾ പാടുന്ന പാട്ട് നീ തമ്പുരാനല്ല ആണേൽ എനിക്കൊന്നുമില്ല എന്ന് പറയുന്ന പാട്ടാണ്. ആ പാട്ട് കേൾക്കുമ്പോൾ സ്വാഭാവികമായി നിങ്ങൾക്ക് ജാതിയുടെ ഭീകരവാദമെന്ന് തോന്നാം. അതുകൊണ്ട് തന്നെ ഞങ്ങൾ തീരുമാനിച്ചിരിക്കുന്നത് ഇനിയിപ്പോൾ ഈ റാപ്പ് കഴിഞ്ഞിട്ട് ഡാൻസും പോപ്പ് സോങ്ങും ഒക്കെ പാടാമെന്ന് ആഗ്രഹിക്കുകയാണ്. ഈ 2000 വർഷത്തെ നീണ്ട നിശബ്ദതയുടെ ഈ അടിമത്വം ഞങ്ങൾ വോയിസ് ഓഫ് വോയിസ്ലെസ്, ശബ്ദമില്ലാത്തവരുടെ ശബ്ദമായി, ആ ശബ്ദം പ്രതിരോധത്തിൻ്റെ ശബ്ദമായി മാറ്റും എന്നതാണ് ഈ ജാതി ഭീകരതയെ ചെറുക്കേണ്ട ഒരു മാർഗമായി കാണുന്നത്. ഈ ജാതി ഭീകരത ഇന്ത്യയെ സംബന്ധിച്ച് ജാതി എന്ന് പറയുന്നത് ഒരു യാഥാർത്ഥ്യമാണ്. തൊടാൻ കഴിയാത്ത, കാണാൻ കഴിയാത്ത, തിന്നാൻ കഴിയാത്ത ഒരു വസ്തുവാണ്. പക്ഷേ അനുഭവിക്കാൻ കഴിയും. കഞ്ഞിക്ക് വകയില്ലെങ്കിൽ പോലും താനൊരു ഉന്നത കുലജാതനാണെന്ന് പറയുമ്പോൾ കിട്ടുന്ന പ്രിവിലേജും അഭിമാനവും, അല്ലെങ്കിൽ ജാതി ശ്രേണിയിൽ ഉയരത്തിലേക്ക് പോകുമ്പോൾ കിട്ടുന്ന പരിഗണനയും, അതല്ലെങ്കിൽ ജാതി ശ്രേണിയിൽ താഴോട്ട് പോകുമ്പോൾ കിട്ടുന്ന അവഹേളനവും, അത് ഇന്നും നിലനിൽക്കുന്ന യാഥാർത്ഥ്യമാണ്. കേരളത്തെക്കുറിച്ച് പറയുമ്പോൾ നമ്മൾ എല്ലാ മേഖലയിലും ഒന്നാമതാണെന്ന് വീമ്പ് പറയുമ്പോഴും യഥാർത്ഥത്തിൽ നമ്മുടെ ഇടയിൽ നമ്മളെല്ലാവരും ജാതിയുണ്ടോ? കേരളത്തിൽ സാധാരണ ആളുകൾ ചോദിക്കും, ജാതിയുണ്ടോ? നമ്മളെല്ലാം ഒന്നല്ലേ എന്ന് പറയുമ്പോഴും ജാതി ഉണ്ട് എന്നതിൻ്റെ തെളിവാണ്. ആ തെളിവിലേക്കാണ് യഥാർത്ഥത്തിൽ ഈ അവസാനമായി കക്കൂസിൽ പോയി വെള്ളമെടുത്ത് കുടിക്കാൻ പറയുന്ന ഏമാൻ്റെ വീട്ടിലും ഭാര്യയും മകളും മകനും അല്ലെങ്കിൽ സഹോദരിയും അമ്മയും ഒക്കെ ഉണ്ട്. അവരോട് പറയുമോ എനിക്കപ്പം അല്പം വെള്ളം വേണം എന്ന് പറയുമ്പോൾ നീ പോയി കക്കൂസിലെ വെള്ളമെടുത്ത് കുടിക്കാൻ പറയും? എന്തൊരു മനുഷ്യത്വരഹിതമായിട്ടുള്ള പ്രവൃത്തിയാണ്. അതിനെയാണ് ജാതി ഭീകരത എന്ന് പറയാൻ ആഗ്രഹിക്കുന്നത്. ആ ജാതി ഭീകരതയെ ഞങ്ങൾ പാട്ടിലൂടെ ചെറുക്കാൻ ശ്രമിക്കുമ്പോൾ അത് നിങ്ങൾക്ക് ഒരു ഭീകരപ്രവർത്തനവും ഒരു വിധ്വംസക പ്രവർത്തനവുമായി തോന്നുകയാണ്. ഈ നൂറ്റാണ്ടുകൾ അനുഭവിച്ച ഈ കഷ്ടപ്പാടുകൾക്ക് അല്ലെങ്കിൽ ഈ ദുരിതത്തിന്
അറുതി വരുത്തേണ്ടതിൻ്റെ ആവശ്യകതയുണ്ട്. അത് ജനാധിപത്യത്തിലായിരിക്കണം എന്നതാണ് അംബേദ്കർ രാഷ്ട്രീയം മുന്നോട്ട് വയ്ക്കുന്നത്. അതുതന്നെയാണ് വേടൻ സൂചിപ്പിച്ചത്. വേടൻ്റെ വരികളിലും വാക്കുകളിലും അതുതന്നെയാണ്. യഥാർത്ഥത്തിൽ ഈ ജാതി ഭീകരത എന്ന് പറയുമ്പോൾ എനിക്ക് മറ്റൊരു കാര്യം കൂടി ഇതിലൂടെ കൂടെ ചേർക്കാനുണ്ട്. അടുത്ത വർഷം കേന്ദ്ര സർക്കാർ ജാതി സെൻസസിന് ഉത്തരവിട്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ജാതി സെൻസസ് കഴിയുമ്പോൾ അറിയാം ഇന്ത്യയിൽ എത്ര ഭീകരവാദികളുണ്ടെന്ന്. യഥാർത്ഥത്തിൽ ഈ ജാതി ഭീകരത നടപ്പാക്കിയ ആളുകൾ അവരുടെ പഴയ വീഞ്ഞ് പുതിയ കുപ്പിയിൽ എന്നതുപോലെ പുതിയ വേർഷനാണ് ഇത്തരം പ്രതിരോധങ്ങളെ അടിച്ചമർത്തുന്നതിന് വേണ്ടിയുള്ള വാക്കുകളായും അതല്ലെങ്കിൽ ഇത്തരം കമൻറ്റുകൾ പാസ്സാക്കുന്നത്. ജാതി ഭീകരതയെന്ന് നിങ്ങളിനി എന്ത് പറഞ്ഞാലും അതല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ നമ്മൾ ഈ പറയുന്ന ജാതി ഭീകരതയെ സപ്പോർട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ പ്രതിപാദിക്കുന്ന ആളുകളുടെ ചിലപ്പോൾ തല വെട്ടിക്കളയായിരിക്കും. നിങ്ങളൊന്ന് മനസ്സിലാക്കണം, കടിക്കുന്ന പട്ടിക്ക് തല വേണ്ട. അങ്ങനെ വെട്ടിക്കളഞ്ഞാലും ഞങ്ങൾക്ക് ഒന്നുമില്ല എന്ന് തന്നെയാണ്. നന്ദി, നമസ്കാരം.